ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ലിൻഡൻ മോറിസ് മാഡം, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, തിരുവനന്തപുരത്തേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ക്യാമ്പസ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മയെല്ലാം കോർത്തിണക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1989 നടന്ന 2 പരീക്ഷകൾ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് എൻട്രൻസ്. അതിലൂടെ അപരിചിതരായി ഈ ക്യാമ്പസിനുള്ളിൽ കടന്ന് നമ്മൾ പല ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയി. ഏതാണ്ട് 7 വർഷത്തോളം സുന്ദരവും സുരഭിലവുമായ നിമിഷങ്ങൾ, സന്തോഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൽ കൂടെ കടന്നുപോയി. അതിനിടയ്ക്ക് ഒട്ടനവധി സന്തോഷങ്ങളുണ്ടായി, കുറച്ച് കണ്ണീരുണ്ടായി, കുറച്ച് നേട്ടങ്ങളുണ്ടായി, കുറച്ച് കോട്ടങ്ങളുണ്ടായി. കുറച്ചുപേർ പ്രേമിച്ചുകൊണ്ടേയിരുന്നു, കുറച്ചുപേർ പ്രേമിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. കുറച്ചുപേർ പ്രേമത്തെ തിരസ്കരിച്ചു. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ നമുക്കൊരു MBBS കിട്ടി. എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. നമ്മുടെ തിരിഞ്ഞു നോക്കുമ്പോൾ 35 വർഷം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ കാലം കടന്നുപോയത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഒരു ഉത്തരമില്ല. ഞാൻ ന്യൂറോ സർജറിക്ക് ചേർന്നപ്പോൾ 6 വർഷത്തെ കോഴ്സാണ്. എന്നോട് പറഞ്ഞത് ഞാൻ ജയിലിൽ കയറി കഴിഞ്ഞതാണ്. But the days of my life went very slowly, but the weeks and months passed very fast. അങ്ങനെ നമ്മൾ 35 വർഷം കടന്നിരിക്കുന്നു. അതിജീവിതരായ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത് കൈവരിച്ചതെന്ന് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിൽക്കുകയാണ്. പലരും ഉത്തരവാദിത്വമുള്ള ജോലികൾ നിർവഹിക്കുന്നു. ഒട്ടനവധി രോഗികൾക്ക് രോഗശമനം കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തി 1989 നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ, ഇവിടെ ചേരുമ്പോൾ നമുക്ക് സങ്കല്പിക്കുവാൻ പോലും പറ്റില്ലായിരുന്നു ഇങ്ങനെ ഒരു ജീവിതം. എല്ലാ ഘട്ടത്തിലും തിരിഞ്ഞു നോക്കുമ്പോൾ സന്ദേശം, സത്യനന്ദിക്കാടിന്റെ സന്ദേശം എന്ന സിനിമയിലെ കുമാരപിള്ള സാറ് പറഞ്ഞ പോലെ താത്വികമായ ഒരു അവലോകനം, അതല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു ന്യൂറോ സർജൻ എന്ന നിലയ്ക്ക് ന്യൂറോളജിയിലേക്ക് കടക്കാതെ വയ്യ. അവിടെയാണ് നമ്മുടെ ഫ്രോണ്ടൽ ലോബ് വരുന്നത്. അതായത് ചെറുപ്രായത്തിൽ നമ്മൾ എവിടെയും മലമൂത്ര വിസർജനം നടത്തുന്നു. ബ്ലാഡർ ഓട്ടോണമി ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്ലാഡറിന്റെ ഫംഗ്ഷൻ മുഴുവനും ഫ്രോണ്ടൽ ലോബ് ഏറ്റെടുക്കുന്നു. അത് പറയുന്നു എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെ നാം ഒരുപാട് കഴിവുകൾ ശ്രമിക്കണം. ലേണിംഗ് ആൻഡ് മെമ്മറി. പരീക്ഷകളൊക്കെ പാസ്സാകാനായിട്ടും ഒരു കാര്യം ഹിപ്പോ ക്യാമ്പസ്, മെമ്മറിക്കായിട്ട്. പിന്നെയുള്ളത് ഭാവന. കാരണം എന്ന് വെച്ചാൽ ഈ കഷ്ടപ്പാടിലൊക്കെ കടന്നു പോകുമ്പോഴും ഏകദേശം 200ഓളം പരീക്ഷകൾ പാസ്സാകാൻ, വൈവകളും ഒക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് കൈമുതലായിട്ടുള്ള ഒരു വലിയൊരു കാര്യം ഭാവനയാണ്. എന്താണ് ഭാവനയുടെ റോൾ നമ്മുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, കൗമാരകാലത്ത് ബസ് സ്റ്റാൻഡിൽ കാണുന്ന ഒരു കുട്ടി നമ്മളെ ആകർഷിക്കുന്നു. അത് നമ്മുടെ ഭാവനയെ ഉദ്ദീപിപ്പിക്കുന്നു. അത് നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ ഒരു ഭാവനയുടെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷകളിൽ അറിഞ്ഞുകൂടാത്ത ഉത്തരങ്ങൾ എഴുതുമ്പോഴും ഭാവനയുടെ ഒരു അതിപ്രസരം തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ SPM പരീക്ഷ ഈ ഹാളിൽ നിന്ന് എഴുതിയത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മളെ നിലനിർത്തിക്കൊണ്ടുപോയ ഒരു കാര്യം, അതിൽ ഭാവനയ്ക്ക് വലിയൊരു റോളുണ്ട്. നിന്നെ പ്രേമിക്കാത്ത ഭാവനയല്ല. നീ പ്രേമിച്ചിട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഭാവന എന്ത് ചെയ്യാനാണ്? ഇല്ല, എവിടെയോ അവനൊരു ഭാവനയുണ്ട്. ആ വിഷമമാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. കറക്റ്റ്. അപ്പൊ നമ്മുടെ എല്ലാം ഉത്തരങ്ങളിൽ ഈ ഭാവന ഒരുപാട് പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പൊ ഓർമ്മശക്തിയും ഭാവനയും. ഇനി നമ്മളിപ്പോൾ നോട്ടി 40s കടന്ന് 50കളിൽ പ്രവേശിക്കുകയാണ്. ഭാവി എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും 1989 പോലെ തന്നെയാണ്. ഇൻസെക്യൂരിറ്റി അബൌട്ട് ഫ്യൂച്ചർ. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യം ഓൾഡ് ഏജ്. ചുറ്റും കാണുമ്പോൾ ഓർമ്മക്കുറവ്,
ചലനശേഷി നഷ്ടപ്പെടുക എന്നീ അവസ്ഥകൾ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കുറെ പേര് എത്തിക്കഴിഞ്ഞു, നാം ഉടനെ തന്നെ കൂടെ പോകും. പക്ഷെ ഇവിടെയെല്ലാം നമ്മുടെ ഭാവനയും നമ്മുടെ ഓർമ്മശക്തിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ഒരു ന്യൂറോ സർജൻ എന്ന നിലയ്ക്ക് ഓർമ്മക്കുറവുള്ള രോഗികളെ കാണുന്നു എന്ന നിലയ്ക്ക് ആക്റ്റീവായിട്ടിരിക്കുന്ന ഫിസിക്കൽ മാത്രമല്ല മെന്റലി മാനസികമായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്നവരും ഓർമ്മ കെട്ടിപ്പടുത്തുവാനുള്ള ശ്രമങ്ങളിൽ പെടുന്നവരും എഴുതുന്നവരും വായിക്കുന്നവരും എല്ലാമാണ് ഈ അണയുന്ന വിളക്കിനെ കെടാതെ കെട്ടി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഭാവനയോടൊപ്പം മധുരിക്കുന്ന കുറേ ഓർമ്മകൾ നമുക്കുണ്ടാകും. ഈ ഓർമ്മകളായിരിക്കും നമ്മളെ മുന്നോട്ട് നമ്മുടെ ഇനിയുള്ള കാലങ്ങളിൽ നയിക്കുവാൻ പോകുന്നത്. പി ഭാസ്കരൻ അണിയറ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി 1978 ഒരു സുന്ദരമായ വരികൾ എഴുതി. ചിലരെങ്കിലും അതിൽ ലൈംഗികത കാണും, പക്ഷെ അതിലൊരു ന്യൂറോളജിക്കൽ ആസ്പെക്ട് എലമെന്റ് ഉണ്ട്. സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്നാൾ വരെ ഒരു മതാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി. സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെയും ഒരു മതാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി. നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയും നിർവൃതിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയുള്ള